പാദം നിത്യാനന്ദം പരമചരിതം ദിവ്യചേതോ വികാസം വന്ദേ സായി ഹരിഹര തേജം പരമകല്യാണനാമം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഗീതാ സന്ദേശങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ എങ്ങനെ നടപ്പാക്കും, എങ്ങനെയാണ് ഭഗവത്ഗീത പഠിച്ച് നമ്മുടെ നിത്യ കർമ്മങ്ങളുടെ ഭാഗമാക്കി മാറ്റേണ്ടതെന്നുള്ള നമ്മുടെ വ്യാഴാഴ്ച രാത്രിയുള്ള ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലേക്കും എത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അത് ആ ശ്ലോകം ഗായത്രി ഉണ്ടോ എനിക്കറിയില്ല. ഗായത്രി ഉണ്ടോ? സാരം ഗായത്രി 40ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കോ. 40 സാഖ്യയോഗം 40. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. സായിരാം. ഓഡിയോ സായിരാം. ഈ ശ്ലോകം ഞാൻ കഴിഞ്ഞ തവണ പറയേണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ല, അതിന് മുമ്പത്തെ ആഴ്ച. ഈ ശ്ലോകം ഭഗവത്ഗീതയിലെ എനിക്ക് തോന്നുന്നു നമ്മുടെ സായി ഭക്തന്മാരല്ല, ഈശ്വരനെ അന്വേഷിക്കുന്നവരെല്ലാവരും അറിയേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകം. ഇത് പറ്റുമെങ്കിൽ എല്ലാവരും ബൈഹാർട്ട് പഠിച്ചോളൂ. കാരണം ഇതൊരു നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു സൂചന, അല്ലെങ്കിൽ നമുക്കൊരു ആരോ മാർക്ക് പറയില്ലേ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു വെളിച്ചമാണിത്. മാത്രമല്ല, സാധകന്മാർക്ക് പരിപൂർണമായിട്ട് ആശ്വസിക്കാൻ വക നൽകുന്ന ഭഗവാന്റെ വാണികളാണ്. സാധകന്മാർക്ക്, അതായത് ഈശ്വരനിലേക്കുള്ള യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും എന്താണ് സ്പിരിച്വൽ റോൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനും ഒക്കെ ഭഗവാൻ തന്നിരിക്കുന്ന അതിസൗഭാഗ്യമായ ഒരു ശ്ലോകമാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ഒരാനന്ദം, അത്യധികമായ ആഹ്ലാദം, ആനന്ദമൊക്കെ നമുക്ക് കിട്ടും. എന്താ അറിയോ, ഇത് ശരിക്കും മനസ്സിലാക്കി നോക്കാം. ഇത് ബൈഹാർട്ട് പഠിച്ച് കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് മാത്രമല്ല, നിങ്ങൾ ആരൊക്കെ ഈശ്വരാന്വേഷകരുണ്ടോ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. കാരണം എന്താ അറിയോ, ഇത് സയന്റിഫിക് റൂൾസിനും അതേപോലെ നമ്മൾ സാധാരണ കാണുന്ന റൂൾസിനും ഒക്കെ എതിരായിട്ടുള്ള ഒരു റൂളാണ്. അപ്പൊ ഇത് ഈശ്വരന്റെ നിയമമാണ്. ഈ നിയമം എന്താണ്, സാധനയിലെ നിയമം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പൊ നേഹാഭിക്രമൻ, ഇതിൽ 2 വേർഡാണ് ആദ്യത്തെ വരിയില്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത. ഈ 2 പിന്നെ വരികൾ, 2 ശ്ലോകം, 2 വരികൾ ആ ശ്ലോകത്തില്. അതിൽ 2 വേർഡ്സ് ഉണ്ട്. അഭിക്രമനാശം ഒന്ന്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് കുറച്ച് പറഞ്ഞിരുന്നു, വീണ്ടും അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, അത് എല്ലാവരും ഓർമ്മിക്കായിട്ട്. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണ്. അഭിക്രമനാശം ഒന്ന്. രണ്ടാമത്തത് പ്രത്യവായം. ഇതിനെ കുറിച്ച് നമുക്കൊന്ന് ഗഹനമായിട്ട് ചിന്തിക്കണം. ഇന്ന് നമുക്ക് മിക്കവാറും ഈ ഒരു ശ്ലോകമായി പഠിക്കാൻ സാധിക്കും. കാരണം അത്ര പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. നിങ്ങൾ എല്ലാവരും പഠിക്കണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ വളരെയധികം, ഇത് നമുക്ക് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ. ചെറുപ്പക്കാർക്കൊക്കെ ഏറ്റവും അധികം എന്താ പറയണ്ടേ, നമ്മള് എന്ന് പറയേണ്ട ഒരു ശ്ലോകമാണ്. ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിന്റെ, ഭഗവാന്റെ കാരുണ്യത്തിന്റെ ഒരു തോത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ശ്ലോകമാണിത്. ഇത് അത് അത്ര ഡീപ്പായിട്ട് ചിന്തിക്കണം, എങ്കിലേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിന്റെ വരുംപരായികകളും ഇതിന്റെ
എന്താ എക്സ്റ്റൻഷൻ ആൻഡ് എക്സ്ട്രാപൊലേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അതിൽ ആ ലെവലിൽ ഏതൊക്കെ ലെവലിലേക്ക് ഇതിനെ എത്തിക്കാം, അല്ല ഒരു ഹിന്റ് മാത്രമാണ് ഭഗവാൻ തരുന്നത്. ആ ഹിന്റിലൂടെ നമുക്ക് ഏതൊക്കെ തലങ്ങളിലേക്ക് നമുക്ക് ഉയർത്താം, നമ്മുടെ സാധകർക്ക് ശക്തി പകർന്നു കൊടുത്ത് എത്രത്തോളം ഉയർത്താം എന്നുള്ളത് ഓരോ സാധകനും മനസ്സിലാക്കേണ്ടുന്ന ഒരു ശ്ലോകമാണ് ഇത്. ഓക്കെ, അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ആരംഭശൂരന്മാരെന്ന് കേട്ടിട്ട്, ആരംഭശൂരത്വം സാധാരണ നമ്മളൊരു ഒരു 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 എന്താ പറയണ്ടേ, നമ്മുടെ സാധാരണ മകര സംക്രാന്തിയുടെയോ അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതിയോ ഒക്കെ നമ്മളൊരു തീരുമാനം എടുക്കാറില്ല. ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ എന്താ നടക്കാൻ പോകും, രാവിലെ നേരത്തെ 5 മണിക്ക് എഴുന്നേൽക്കും, അല്ലെങ്കിൽ ഞാൻ ഇനി അധികം 2 ദോശയെ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കള്ള് കുടിക്കില്ല, എങ്ങനെ, അല്ലെങ്കിലോ ഞാൻ ഇനി എല്ലാ ദിവസവും വൈകുന്നേരം ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കും, ഭഗവത്ഗീത വായിക്കും, ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കാറ്. ഈ തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങും. അത് ഒന്ന് 1-ാം തീയതി നല്ലോണം ചെല്ലും, അല്ലെങ്കിൽ 14-ാം തീയതി, അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ തീരുമാനിച്ച ദിവസം 2 ദിവസം തുടർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വിടും. ആരംഭശൂരന്മാർ അതില് ആരംഭശൂരന്മാർ അങ്ങനെ ചെയ്താൽ വേസ്റ്റ് ഓഫ് ടൈം ആണ്. അതിനെയാണ് അഭിക്രമനാശം എന്ന് പറയുന്നത്. അതായത് തുടങ്ങിയതിനെ ആദ്യം തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉപേക്ഷിക്കും. തുടങ്ങിയതിനെ ഉപേക്ഷിക്കും. ഈ ഉപേക്ഷിച്ച് കഴിഞ്ഞാല് ചിലപ്പോ അതുവരെ നമ്മൾ അതിനു വേണ്ടി എടുത്ത സമയം, പണം, എനർജി ഇതെല്ലാം വേസ്റ്റ് ആണ്, അല്ലെ? എന്താണ് നമ്മൾ മാത്രമല്ല നമ്മൾ ലഭ്യരാണ്. ഇതാണ് അഭിക്രമനാശം. ഇപ്പൊ കൃഷി ചെയ്യാൻ കളപറിച്ചു, അല്ലെ, അതിന് വിത്തിട്ടു, അല്ലെങ്കിൽ വിത്തിട്ടു, കളപറിച്ചു, അതൊക്കെ ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ആ കൃഷിനെ ശ്രദ്ധിക്കുന്നില്ല, തീരെ ശ്രദ്ധിക്കില്ല. വിളവ് കിട്ടുമോ? ഇല്ല. ആദ്യത്തെ കുറച്ചൊരു 10 ദിവസം മുളച്ചു വന്ന് നോക്കിയിട്ട് കിട്ടില്ല. അപ്പോ ഇത് മഹാത്മാക്കൾ പറയണു, സാധനയില് അല്ലെങ്കിൽ ഈശ്വരനിലേക്കുള്ള മാർഗം തിരഞ്ഞെടുത്തവരിൽ, അല്ലെങ്കിൽ ഈശ്വര ഭക്തി ഉള്ളവരില്, അല്ലെങ്കിലോ പിന്നെ ധർമ്മമാർഗത്തിൽ, ധർമ്മമാർഗം, പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താ സാധാരണ ഭക്തന്മാരുടെ ഭക്തി മാർഗത്തിൽ എന്നൊക്കെ പറയില്ലേ, ഏത് മാർഗത്തിൽ, അതായത് ഈശ്വരനിലേക്കുള്ള യാത്രയുടെ മാർഗത്തില് ഈ പ്രിൻസിപ്പിൾ ഇല്ല എന്നാണ് പറയുന്നത് ഇത് ഈ ശ്ലോകത്തിൽ. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഇല്ല. അഭിക്രമനാശം നമ്മൾ ഒരു കൃഷി വിളവെടുക്കുന്നതിലോ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ തീരുമാനമെടുത്തിട്ട് അത് തുടരുന്നതിലോ നമ്മൾ അലംഭാവം കാട്ടിയാൽ അത് നശിക്കുമെന്നുള്ള ഒരു അഭിക്രമം, നാശം ഇതിലില്ല. സാധനയിൽ അങ്ങനെ ഒരു സംഭവം. അതിലാണ് അടുത്ത ലൈൻ വളരെ പ്രശസ്തമായ ഗീതയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, നമുക്കൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടേണ്ട ഒരു ശ്ലോകം. ഈ ശ്ലോകത്തിന്റെ 2-ാം ഭാഗം, 3-ാമത്തെ ലൈന്, 4-ാമത്തെ ലൈൻ. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. എന്തൊരു സൗഭാഗ്യമാണ്, ആലോചിച്ചു. സ്വൽപ്പമെങ്കിലും ഈ ധർമ്മമാർഗത്തിൽ സ്വൽപ്പമെങ്കിലും, അഭ്യസ്യ ധർമ്മസ്യ, ഈ ധർമ്മത്തിലെ സ്വൽപ്പമെങ്കിലും ആർക്കെങ്കിലും അഭ്യസിക്കാൻ സാധിച്ചാൽ അത് ഒരിക്കലും പാഴാവില്ല എന്നാ പറയണത്. അഭിക്രമനാശം ഇല്ലെന്നാ പറയണത്. മറ്റതുപോലെയല്ല, കൃഷി തുടങ്ങിയിട്ട് വിളവെടുത്ത് ഇല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അല്ലെ ഒന്നും ശ്രദ്ധിക്കുക, എന്നാൽ പോലും കുഴപ്പമില്ല, എന്നാൽ പോലും ചെയ്തതിന് ഗുണമുണ്ട്, എന്നാൽ പോലും ചെയ്തതിന് ഗുണമുണ്ട്. അതാണ് സത്യസായിയുടെ ഒരു പ്രഖ്യാപനം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമായിട്ട് ഇത് ഈ ഒരു ഗീതാശ്ലോകവും ഭഗവാന്റെ വചനങ്ങളുമായിട്ടൊന്ന് കൂട്ടി യോജിച്ചു നോക്കൂട്ടോ. എന്തൊരു സാമ്യമാണെന്ന് ആലോചിച്ചു. ഭഗവാൻ പറയുന്നു, ഈ അവതാരത്തിന്റെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു, ഈ അവതാരത്തിന്റെ കർമ്മ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും പണമോ സമയമോ നിങ്ങളുടെ അറിവോ എനർജിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഈ സത്യസായിയുടെ വാക്ക്, സത്യത്തിന്റെ വാക്ക് ശ്രദ്ധിച്ചോളൂ, അവർക്ക് അതിന്റെ 1000 ഇരട്ടി ഞാൻ തന്നിരിക്കും. ഇത് സത്യസായിയുടെ വാക്കാണ്. ഇതാണ് ഭഗവാൻ ഈ വാക്കുമായിട്ട് നമ്മുടെ ഈ ഒരു ശ്ലോകത്തിനെ കൂട്ടി. സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ. ഈ ധർമ്മമാർഗത്തിലെ അഭിക്രമനാശമില്ല. തുടങ്ങി കിട്ടിയാൽ തന്നെ
ഇറ്റ്സ് ഓക്കെ. ചിലര് തുടങ്ങാനൊക്കെ മടി കാണിക്കും അല്ലെ? ഈ നീചന്മാർക്ക് ഭഗവാന്റെ ഒരു വലിയ വചനമുണ്ട്, എനിക്കത് കേട്ടിട്ട് വല്ലാത്ത സങ്കടമായിട്ടോ. സ്വാമിയുടെ ഒരു വലിയ വചന, നിങ്ങൾ കേട്ടിട്ടോ അറിയില്ല. ഭഗവാൻ പറയുന്നതായിട്ടൊരു എന്താ വേണമെങ്കിൽ നമുക്ക് അഗണിയോ സ്വാമി എന്നൊക്കെ പറയാം. സ്വാമിയുടെ ഒരു സങ്കടം, സ്വാമിയുടെ ഒരു ഭാഷണത്തിൽ പറഞ്ഞതാ. എന്താ അറിയോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലോകത്തില് അനേകം പേര് എന്നെ വെറുക്കുന്നത്, അതായത് എന്റെ അടുത്തേക്ക് പലരും എന്റെ അടുത്തേക്ക് പ്രശാന്ത നിലയത്തിലേക്ക് എന്നെ കാണാനോ അല്ലെങ്കിൽ എന്നെ ഉപാസിക്കാനോ തയ്യാറാകാത്തതിന് എന്താ കാരണം? അവരൊക്കെ ഈശ്വര ഭക്തന്മാരല്ല, അവരൊന്നും എന്നെ സ്നേഹിക്കുന്നവരല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ്. ഇത് ഭഗവാൻ പറയണം. മറിച്ച് അവരെന്തുകൊണ്ടാ, അവരെന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല എന്റെ അടുത്തേക്ക് വരാത്തത്. പിന്നെയോ ഭഗവാൻ പറയണു, അവർക്ക് എന്റെ അടുത്തേക്ക് വരാൻ ഭയമാണ്. എന്തിനാ ഭയം എന്നും അറിയോ? അവരുടെ ജീവിതത്തിൽ സ്വല്പം മാറ്റം വന്നേക്കുമോ, വരുത്തേണ്ടി വരുമോ എന്നുള്ള ഭയാശങ്ക. ഒരു ഭക്തനായാൽ ചിലത് ഉപേക്ഷിക്കേണ്ടി വരും, ചില സുഖം. കംഫർട്ട് സോൺ എന്നൊക്കെ നമ്മള് മാനേജ്മെന്റ് തിയറിയിൽ പറയാറില്ലേ, കംഫർട്ട് സോൺ. ഈ കംഫർട്ട് സോണിൽ ഇരിക്കുന്നവരായതുകൊണ്ടാണ് അല്ലെ പലരും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ സമിതിയിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാരൊന്നും അയ്യോ ഞാനില്ലപ്പാ, അതായി കഴിഞ്ഞാൽ പിന്നെ കൊല്ലാപ്പാണ്, നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്താ ബാലവികാസ് ഗുരുവായൂർ, അയ്യോ അതൊന്നും പറ്റില്ല, ബാലവികാസ് ഗുരുവായൂർ പിന്നെ അതൊരു കമ്മിറ്റഡായി, അത് അയ്യോ പറ്റില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? ഭഗവാന്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ നമുക്ക് ഒരു പേടി, ഭയം, അത് സ്വാമി ചൂണ്ടിക്കാണിക്കുന്നു. ഈ അഭിക്രമനാശം പേടിച്ചിട്ടാണ്. അതായത് തുടങ്ങിക്കഴിഞ്ഞാലോ, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ വേറെ എപ്പോഴോ കേട്ട് ഈ മലപ്പുറം ജില്ലയിൽ തിരൂരിന്റെ അടുത്ത്, പരപ്പനങ്ങാടി തിരൂർ റൂട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു സ്ഥലമുണ്ട്. ഞാൻ ഒരു തവണ ബാലവികാസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ, ഓർഗനൈസേഷൻ പ്രോഗ്രാമിന് പോയപ്പോൾ, അന്നത്തെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് എന്നെ അതിന്റെ കാറിൽ ഈ സമിതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. പോകുന്ന വഴിയിലെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ഒരു കോർണറിൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലില് അദ്ദേഹം അവിടെ നിർത്തിയിട്ട്, ശിവശങ്കര സാറാ മുമ്പത്തെ DP, ശിവശങ്കര മാഷ് വളരെ നർമ്മത്തോടു കൂടിയാണ് സംസാരിക്കുക. അദ്ദേഹം പ്രഭാകരൻ സാറേ ഒന്ന് ഇടത്തോട്ടൊന്ന് നോക്കിയോളൂ കേട്ടോ, ആ ബോർഡൊന്ന് നോക്കൂ, നമുക്കൊക്കെ പാടാണ്. ആ ഹോട്ടലിന്റെ പേരൊന്ന് നോക്കിക്കോളൂ. ഞാൻ നോക്കിയപ്പോ ഹോട്ടലിന്റെ പേരെന്താ അറിയോ? ഹോട്ടലിന്റെ പേര് ഹോട്ടൽ തുടങ്ങിക്കുടുങ്ങി. ആലോചിച്ച് നോക്കൂ. അപ്പോ തുടങ്ങിപ്പോയി, അങ്ങനെ കുടുങ്ങി. തീർന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു സ്ഥലം. ഇതൊക്കെ പറയുന്നത് തെറ്റാണെന്ന് തോന്നിയേക്കാം, പക്ഷെ നടന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് പോകുമ്പോ ഒരു ചെറിയ 2 സൈഡും ഒരു കൾവേർട്ട് പോലെ, കുറച്ച് നീളമുണ്ട് കൾവേർട്ടിന്. ആ കൾവേർട്ടിന് 2 സൈഡ് കെട്ടിയിട്ടുണ്ട്. അപ്പോ പ്രഭാത് സാറിന് വേറൊരു കാര്യം കൂടി അറിയാം. ഈ പാലത്തിന്, ഈ കൾവേർട്ടിന് ഒരു പേരുണ്ട്. ആ കൾവേർട്ടിന്റെ പേരെന്താ അറിയോ? കടന്നാ കുടുങ്ങിയെന്നാണ്. കാരണം കാർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയാല് ഓപ്പോസിറ്റ് നടക്കാൻ പോലും പറ്റില്ല. ആരെങ്കിലും വരികയാണെങ്കിൽ സൈക്കിളോ എന്ത് വന്നാലും പറ്റില്ല. പിന്നെ റിവേഴ്സ് എടുക്കലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പൊ കുടുങ്ങലാണ്. അപ്പൊ തുടങ്ങി കുടുങ്ങലും കടന്നിട്ട് കുടുങ്ങലും, ഇത് രണ്ടുമാണ് നമ്മുടെ സായി ഭക്തര് അല്ലെങ്കിൽ പലരും ഭഗവാനെ സ്നേഹിക്കാത്തതിന് കാരണം. ഈ മെന്റാലിറ്റി ആണത്രേ എന്ന് എനിക്ക് സാന്ദർഭികമായിട്ട് ആലോചിക്കാൻ തോന്നി ഈ ഒരു ശ്ലോകം കാണുമ്പോൾ. ഭഗവാൻ പറയാറില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സ്വകാര്യ ദുഃഖം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈശ്വരൻ അങ്ങനെ ദുഃഖമൊന്നുമില്ല. ഞാൻ പറയുന്നു, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഭഗവാനെ നമ്മൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മഹാൻ എന്നുള്ള നിലയിലൊക്കെ ഭഗവാനെ കാണുകയാണെങ്കിൽ, ആ അവതാരത്തിന്റെ ഒരു ദുഃഖം, അവതാര ദുഃഖം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താ, എന്നെ സ്നേഹിക്കുന്നവർ ആയിരക്കണക്കിനുണ്ട്, പക്ഷെ ആരും എൻ്റെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്റെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാൻ അവരുടെ ചെവികൾക്ക് മനസ്സില്ല. അല്ലെങ്കിൽ അവർ ചെവിയിൽ, ഞാനിപ്പോ ചെവിയിൽ ഇത് ഇട്ടിട്ടാകുമ്പോ എൻ്റെ അടുത്ത് ആർക്കെങ്കിലും വന്നിട്ട് വർത്താനം പറഞ്ഞ് ഞാൻ കേൾക്കില്ല. അതുപോലെ ചെവിയിൽ പഞ്ഞു തിരികിയവരായിരിക്കാണ്. അപ്പൊ അതേ സമയത്ത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് അവർ അഭിനയിക്കും. പക്ഷെ എന്റെ വാക്കുകൾ കേൾക്കാൻ അവർക്ക് നേരമില്ല. ഒരു സാധന ചെയ്യാൻ അവർക്ക് തുടങ്ങിയാലോ തുടങ്ങി കുടുങ്ങി പോകും. ബാലവികാസ് എന്താ എടുക്കാത്തത്? എന്തുകൊണ്ടാണ് സമിതിയിൽ ഭജനയ്ക്ക് വരാത്തത്? എന്തുകൊണ്ടാണ് ഓർഗനൈസേഷനിൽ റെസ്പോൺസിബിലിറ്റി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു EHV ക്ലാസ്സിന് വേണ്ടി ഒന്ന് പ്രയത്നിക്കാത്തത്?
എന്തുകൊണ്ടാണ് ഒരു വില്ലേജ് വിസിറ്റിന് വേണ്ടിയിട്ട് ഒന്ന് പോകുമ്പോൾ കൂടെ ഒന്ന് പോവാത്തത്? അത് സതീശ മാഷ അടുത്ത് ഒന്ന് കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് റെഗുലർ ആയാലോ, അപ്പൊ പിന്നെ അടുത്ത ആഴ്ച എന്നെ വീണ്ടും വിളിക്കില്ലേ മാഷ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ഇതിനെയാണ് അഭിക്രമനാശത്തെ കുറിച്ചിട്ടുള്ള പേടി, അതായത് ആരംഭശൂരന്മാരുള്ള പേടി. ഇവിടെ ഭഗവത്ഗീതയിൽ ഈ ശ്ലോകത്തിൽ 2-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ ശ്ലോകം സ്നേഹാഭിക്രമനാശോ, അതില് 3-ാമത്തെ 4-ാമത്തെ ലൈൻ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയ. ഇത് നിങ്ങൾ വൈഹാട്ടാക്കണം, എല്ലാവരോടും പറയണം. അങ്ങനെ ഇല്ല കേട്ടോ, അതായത് ഇത് പേടിക്കണ്ട. ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നവരോടൊക്കെ നമ്മൾ പറയണം, പറ്റാവുന്നത്ര വരൂ, എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നുകൂടാ, ജസ്റ്റ് കം, അനുഭവിക്കൂ. എന്നിട്ട് എനിക്ക് എത്ര നാളാണ് പറ്റുക, ഇപ്പൊ ആർക്കാ ഇപ്പൊ പറ്റുക? ഇപ്പൊ ഞാനിപ്പോ ഇത് സത്യസായി സേവാ സംഘടന നന്നാക്കിയിട്ട് എന്റെ ചാവുന്നത് വരെ, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഭഗവത്ഗീത മുഴുവൻ തീർത്തിട്ടേ അടങ്ങുമെന്ന് വാശിയിലാണോ ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്നത്? എന്തുറപ്പാ ഇപ്പൊ ഈ ഭഗവത്ഗീത ശ്ലോകം ഈ സാഖ്യയോഗം പോലും തീർക്കുമെന്ന് എന്തായിട്ടുള്ള ഉറപ്പ്? ആർക്കും ഒരു ഉറപ്പില്ല. അപ്പോ അങ്ങനെ ആരംഭശൂരന്മാരൊന്നും ആവണ്ട നമ്മൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനിലേക്ക് പോകണം. പിന്നെ എത്ര ചെയ്താലും ഇവിടെ സ്വാമി തരുന്ന ഉറപ്പതാണ്, എത്രയാണോ ചെയ്തത് അതിനനുസരിച്ച് എനിക്ക് ബലം കിട്ടും. അവിടെ സ്വാമിയുടെ വലിയ വചനങ്ങൾ നെറ്റിയിൽ ഒട്ടിക്കാനുള്ള ഒരു വചനം, മൈ ഗ്രേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു യുവർ എഫർട്ട്. നിങ്ങളുടെ പരിശ്രമത്തിന് ആനുപാതികമായിരിക്കും എന്റെ അനുഗ്രഹം. അതാണ് ഈ ശ്ലോകം, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നിങ്ങളുടെ പരിശ്രമത്തിന് ആനുപാതികമായിരിക്കും എന്റെ അനുഗ്രഹം. അപ്പൊ നമ്മൾ കുറച്ച് പരിശ്രമിച്ചാൽ ഭഗവാൻ കുറച്ച് അനുഗ്രഹിക്കും, ഒരു സംശയമില്ല. ഭഗവാനല്ല അനുഗ്രഹിക്കുക, ആ കർമ്മമാണ് അനുഗ്രഹിക്കുക. ഇവിടെ നമ്മൾ സാധനയിലെ പ്രതിബന്ധങ്ങളെ പേടിച്ചിട്ട് നമ്മൾ മുമ്പോട്ട്, അവിടെ സ്വാമി പറയുന്നു, ഈ ഒരു ശ്ലോകത്തിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അതില് ഫോളോ ദി മാസ്റ്റർ, ഫേസ് ദ ഡെവിൾ, ഫൈറ്റ് ദ എൻഡ് ആൻഡ് ഫിനിഷ് ദ ഗെയിം. ഇതായിരിക്കണം. പ്രതിബന്ധങ്ങളെ പേടിച്ച് പിൻവാങ്ങാതെ, ആരംഭശൂരന്മാരാവാതെ സാധനാ മാർഗത്തിൽ, അല്ലെങ്കിൽ ശരിക്ക് മഹർഷീശ്വരന്മാര് നീചന്മാരെന്നാ പറയാ, നീചന്മാരാന്നാ പറയാ. അതായത് ഇങ്ങനെ ശ്രേയോ മാർഗത്തിൽ ചരിക്കാതെ ശ്രേയോ മാർഗത്തിൽ മാത്രം, ശ്രേയോ മാർഗത്തിൽ അവർക്കൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശ്രേയോ മാർഗത്തിൽ ചരിക്കില്ല, ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവരെപ്പോഴും പ്രയോ മാർഗത്തിലേക്ക് പോകുള്ളൂ, വിഷയസുഖങ്ങളുടെ പിറകെ പോകും. എന്നിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടിയെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ശ്രേയോ മാർഗത്തിൽ വരുമായിരിക്കും. അപ്പോ ഈ ആരംഭശൂരന്മാരെ ശരിക്കും പറഞ്ഞാൽ അവർ പേടിച്ച് പിന്മാറുന്നവരെ, അല്ലെങ്കിൽ ഭഗവാനോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നില്ല, ഇറങ്ങിയ കുറച്ച് പ്രശ്നമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരെ കുറിച്ചാണ് ഒരു മറ്റവരൊക്കെ നീചന്മാരെന്ന് പറയും. അവർക്ക് യാതൊരു അർഹതയുമില്ല, എന്താ ഇവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഭഗവാന്റെ എല്ലാ കാരുണ്യവും ഒക്കെ മനസ്സിലുണ്ടായി, ഭഗവാനോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയുന്നു, എന്നിട്ടോ അതിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോ ഭഗവാന്റെ ഈ മഹത്തായ പ്രഖ്യാപനം, ഗീതയിലെ മഹത്തായ പ്രഖ്യാപനം ഓർമ്മിച്ചോളൂ. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ ശ്ലോകം 2-40 2-40 ഓർമ്മിച്ചോളൂ, ഇത് മറക്കരുത്. അതായത് എല്ലാ കുട്ടികൾക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. നീ കുറച്ചെങ്കിലും ചെയ്യൂ, കുറച്ച് ചെയ്താൽ അതിന്റെ ഗുണമുണ്ടാവും. ധൈര്യപൂർവ്വം പറയാം. അപ്പൊ അല്ല കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പകുതി പോകുന്ന പോലും ചെയ്താൽ അത്രയും അനുഗ്രഹം, അത്രയും നല്ലത്. കുറച്ച് ചെയ്താൽ കുറച്ച് കിട്ടുമെങ്കിൽ കൂടുതൽ ചെയ്താൽ കൂടുതൽ കിട്ടണ്ടേ? തീർച്ചയായിട്ടും കിട്ടുമല്ലോ. അതാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അപ്പോ ഭഗവാൻ പറയുന്നു, ഈ പതഞ്ജലി മഹർഷി അവരുടെ ഇതിൽ പറയുന്നുണ്ട്, സാധനയിലെ ദൃഢത കിട്ടുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിലോ നമുക്ക് നശിക്കും. അവിടെ നമുക്ക് 2-ാമത്തെ ഭാഗം പറയും, എന്താ? അഭിക്രമനാശം പറഞ്ഞ് 2-ാമത്തത് പ്രത്യവായം. ഈ പ്രത്യവായം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾ അതിന്റെ പിന്നെ വേർഡിന്റെ കോംപ്ലക്സിറ്റി കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. എന്താ ഈ പ്രത്യവായം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അതൊന്നും മനസ്സിലായി, അതിന്റെ അർത്ഥം മനസ്സിലാക്കി മതി. എന്താ പറയുക പ്രത്യവായം എന്ന് പറഞ്ഞാല് വിപരീത ബലം. ഇപ്പൊ നമ്മൾ ഒരു ആന്റിബയോട്ടിക് കഴിച്ചു, സാധാരണ ആന്റിബയോട്ടിക് ഇപ്പൊ വളരെ റെസ്ട്രിക്റ്റഡ് ആണ് ആന്റിബയോട്ടിക് ഒക്കെ, അല്ലെ? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അത് തരില്ല എന്നൊക്കെ. അപ്പൊ നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് സാധാരണ 3 ദിവസത്തേക്കോ 5 ദിവസത്തേക്കാണ് ആന്റിബയോട്ടിക് തരിക. 2 നേരോ 3 നേരോ ഒക്കെ കഴിക്കാനൊക്കെ തരും. അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആദ്യത്തെ 2 ദിവസം 5 ദിവസത്തേക്കായിരിക്കും നമുക്ക് തന്നത്. 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ അസുഖം, ഇപ്പൊ നമ്മൾ വയറ്റിളക്കം വിചാരിക്കുക, വയറ്റിളക്കം 2 ദിവസം കൊണ്ട് തന്നെ നിന്നു. നമ്മളെന്താ വിചാരിക്കുക? നമ്മുടെ അസുഖം മാറി, പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യും.
അങ്ങനെ വന്നാൽ നോർമലി ഇപ്പൊ ഈ മരുന്നിന്റെ കാര്യത്തിൽ അങ്ങനെ വന്നാൽ കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചു വരും. ആന്റിബയോട്ടിക്സ് എപ്പോഴും പറയുന്നതാണ് ഡോക്ടേഴ്സ്, ഒരിക്കലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ പകുതിയിൽ വെച്ച് നിർത്തരുത്. പകുതി ഇരുന്നാൽ കൂടുതൽ ശക്തിയോടുകൂടി ആ അസുഖം വീണ്ടും തിരിച്ചു വരും. ഇതിനോട് എതിരെ എന്താ ബാക്ടീരിയസ് ഒക്കെ പടവരുന്ന് ജയിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ നമ്മളെ വീണ്ടും അസുഖക്കാരനാണ്. അപ്പൊ ആന്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യണം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ സാധന മാർഗത്തിൽ അതുമില്ലെന്നാ പറയുന്നത്. ഒരു വിപരീത ഫലം ഉണ്ടാവും. സാധന മാർഗത്തില്, ഈശ്വരന്റെ മാർഗത്തില്, ധർമ്മ മാർഗത്തില്, ഭക്തി മാർഗത്തില് ഇതിലൊന്നും വിപരീത ഫലം ഒട്ടും പേടിക്കണ്ട. എത്ര ചെയ്തു അത്ര കിട്ടും. വിപരീത ഫലം കിട്ടുന്ന പ്രശ്നം. അതാണ് മൈ ഗ്രേസ് ഈസ് പ്രൊപ്പോർഷണൽ വരെ. എന്തൊരു അനുഗ്രഹമല്ലേ നമുക്കൊക്കെ ഹോപ്പ്, ഏറ്റവും അധികം ഹോപ്പ് കിട്ടുന്ന ഒരു കാര്യമല്ലേ. നമ്മളെപ്പോഴും പറയും പെർഫെക്ഷന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ മെമ്പേഴ്സ്, ഞാൻ അടക്കം പറയാറുണ്ട്, ശരിയായിട്ട് പറ്റും ചെയ്താൽ വേണ്ടിട്ടോ അല്ലെങ്കിൽ ചെയ്യേണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ഒരു ഓർഗനൈസേഷണൽ ഇമ്പാക്റ്റിൽ പറയുന്ന ഒരു സാധകം എന്നുള്ള നിലയിൽ അങ്ങനെയൊന്നുമല്ല. പറ്റുന്നത് ചെയ്യൂ, പ്ലീസ് ഡു ഇറ്റ്. പറ്റുന്നത്ര ചെയ്യൂ, എത്ര പറ്റുമോ അത്ര ചെയ്യൂ. ബാലവികാസ് ക്ലാസ് എത്ര കാലം എടുക്കാൻ പറ്റും ഒരു വ്യക്തിക്ക്? ജീവിതം മുഴുവൻ ബാലവികാസ് ക്ലാസ് എടുക്കാൻ പറ്റൂ? ഇപ്പൊ ഞാൻ എന്തെങ്കിലും ആരോഗ്യമില്ല എത്ര സംസാരിക്കാൻ പറ്റുന്നത്ര അല്ലെ, അത്രയല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈൻ ക്ലാസ് ആയാലും ഓഫ്ലൈൻ ആയാലും ഒക്കെ എത്ര നാളാ സ്വാമി നമ്മളെ അനുവദിക്കുന്നു? അപ്പൊ പറ്റുന്നത്ര. ആർക്കും അങ്ങനെ ഗ്യാരണ്ടി ഒന്നുമില്ല ത്രൂ ഔട്ട് ലൈഫ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ. നമ്മളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നത്. അവർക്കൊക്കെയുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് ഗീതയിലെ ഈ 2:40. പേടിക്കേ വേണ്ട. അഭിക്രമനാശമില്ല, പ്രത്യവായുമില്ല. പിന്നെ എന്തിനു പേടിക്കണം? വൈ ഫിയർ അല്ലെ? വെൻ ഐ ആം ഹിയർ എന്ന് സ്വാമി പറയുന്ന പോലെ എന്തിനു പേടിക്കണം? സ്വാമിയെ ധൈര്യപൂർവ്വം പിന്തുടർന്നോളൂ, ധൈര്യപൂർവ്വം പിന്തുടർന്നോളൂ. എത്രത്തോളം പറ്റുമോ പിന്തുടരാൻ പറ്റും അവിടെ നിർത്തിക്കോളൂ. എന്നാൽ പോലും അതുവരെ പിന്തുടരുന്നതിന്റെ ഗുണം കിട്ടും, ആ കർമ്മഫലം കിട്ടും. ഭഗവാൻ പറയുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ, ഒരു തവണ വീണ്ടും കൂടി പറയുന്നു. നമ്മുടെ ടി ജി കൃഷ്ണമൂർത്തി, തമിഴ്, ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു. കേട്ടവരൊന്നും കൂടി കേൾക്കാം. അതായത് ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയണമെങ്കിൽ ഇങ്ങനെയാ പറയേണ്ടത്. അതായത് എങ്ങനെയാണ് ഈ കുറച്ച് അഭിക്രമനാശമില്ലായ്മയും അല്ലെങ്കിൽ പ്രത്യവായമില്ലായ്മയും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് പ്രാക്ടിക്കൽ ആക്കുന്നത് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ടി ജി കൃഷ്ണമൂർത്തി എന്ന തമിഴ്നാട് സത്യസായി സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഒരു തവണ പുട്ടപർത്തിക്ക് പോകുമ്പോൾ, ഭാര്യാസമേതം പുട്ടപർത്തിക്ക് പോകുമ്പോൾ ഡ്രൈവ് ചെയ്ത് പോവാണ്. അങ്ങനെ ചിക്കബല്ലാപൂരിന്റെ അടുത്ത് വെച്ചിട്ട് കാർ ആക്സിഡന്റ് ആയി. കാറ് 3-4 മലക്കം മറിഞ്ഞു. ഇതേ സമയത്ത് പുട്ടപർത്തിയിൽ ഭഗവാൻ ദർശനം കൊടുത്തായിരുന്നു. ദർശനം കൊടുക്കുന്നതിന്റെ ഇടയിൽ സ്വാമി വരാന്തിയിൽ നടക്കുമ്പോൾ സ്വാമി ഇങ്ങനെ എവിടെയോ നോക്കിയിട്ട് പറഞ്ഞു, നോക്കൂ എന്തൊരു സ്പീഡാണ് അവര്, എന്തൊരു സ്പീഡാണ് എന്നൊക്കെ പറഞ്ഞെടുത്തത്. അപ്പോ അവിടെയുള്ള ഭക്തന്മാരും കുട്ടികളൊക്കെ അവിടെ ഇരിക്കണ്ടല്ലോ, അവരോട് സ്വാമി ചോദിച്ചു, എന്താ സ്വാമി? അതെ, ആ ടി ജി കൃഷ്ണമൂർത്തി ഉണ്ടല്ലോ, കൃഷ്ണമൂർത്തി വരുന്നുണ്ട് എന്നെ കാണാൻ, അവൻ എന്തൊരു സ്പീഡിലാ വരുന്നത് എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ സ്വാമി. പിന്നെ സ്വാമി അത് നിർത്തി. ഇദ്ദേഹം മലക്കം പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആരൊക്കെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല, കാറ് മാത്രം തവിട് കൂടിയേ. പിന്നെ അദ്ദേഹം വളരെ വിഷമിച്ച് എങ്ങനെയോ പുട്ടപർത്തി എത്തുമ്പോഴേക്ക് സ്വാമി വൈറ്റിലേക്ക് പോയി, കാണാനില്ല. പക്ഷെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, സ്വാമി നിങ്ങളെയൊക്കെ അന്വേഷിക്കുക. സ്വാമി പറഞ്ഞു നിങ്ങൾ എന്ത് സ്പീഡിലാണ് വരുന്നതൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി സ്വാമിയാണ് എന്നെ രക്ഷിച്ചത്, ഒന്നും പറ്റിയില്ലല്ലോ എനിക്ക്, എന്നെ രക്ഷിച്ചത്. ഉടനെ അദ്ദേഹം വൈഫിയിലേക്ക് പോയി സ്വാമിയെ കാണാൻ. വൈഫിയിൽ എത്തുമ്പോൾ സ്വാമി സ്റ്റേജിൽ ഇരുന്ന് എന്തോ ഒരു ഫംഗ്ഷൻ നടക്കാണ്. ടി ജി കൃഷ്ണമൂർത്തിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചു. സ്വാമി പറഞ്ഞത്, നിന്റെ അനുഭവമൊക്കെ നീ ഒന്ന് പറഞ്ഞോളൂ മൈക്കിലൂടെ എന്ന് പറഞ്ഞു. സ്വാമി അദ്ദേഹം മൈക്കിലൂടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നതാണ് ഈ ഭഗവാൻ അനുഗ്രഹം. ഈ ഭഗവാൻ എന്നെ വലിയൊരു ആക്സിഡന്റ് രക്ഷിച്ചു. സ്വാമി അടുത്തേക്ക് വിളിച്ചിട്ട് അയാളോട് പറഞ്ഞത്, ഞാൻ നിന്നെ രക്ഷിച്ചിട്ടില്ല എന്ന് പറയൂ, ഞാനല്ല രക്ഷിച്ചത്, നീ ധൈര്യപൂർവ്വം പറയൂ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, സ്വാമി പറയുന്നു സ്വാമി അല്ല രക്ഷിച്ചത്. അപ്പൊ സ്വാമി അയാളോട് പറയാണ്, സ്വാമിയുടെ കണ്ണെന്ന് ധാരയായിട്ട് എന്താ പറയുക, സന്തോഷാശ്രുക്കള്, ആനന്ദ ബാഷ്പങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് സ്വാമി അദ്ദേഹത്തോട് പറയാണ്, അതേ, ഞാൻ എന്നെ രക്ഷിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴേക്ക് തന്നെ നീ ഉണ്ടല്ലോ, നീ രക്ഷപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, എന്താ കാരണം, നീ എല്ലാ ദിവസവും നിന്റെ മെഡ്രാസിൽ നിന്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ കുറച്ച് എല്ലാ ദിവസവും വീട്ടിലേക്ക് വരുമ്പോ കുറച്ച് കുട്ടികൾക്ക് അന്നം വിളമ്പി കൊടുക്കാറില്ലേ? ആ ധർമ്മം ഉണ്ടല്ലോ, ആ ധർമ്മ ദേവതകള് നിന്നെ ഇങ്ങനെ ചുറ്റും നിൽക്കുമായിരുന്നു. നിന്നെ രക്ഷിച്ചത് ഞാനില്ല, അവരാണ്, ആ ധർമ്മമാണ്. നീ എന്ത് ധർമ്മത്തിനാണോ അവിടെ വെച്ചിട്ട് ഇത് ചെയ്യുന്നത്? അപ്പൊ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ.
എന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു ആശ്വാസമാണ് നമുക്കൊക്കെ ഈ ഒരു വചനം, ഭഗവാന്റെ ഈ വചനം. ആ കർണന്റെ കർണൻ ചെയ്ത ദാനശീലം. കർണൻ ഒരു ദുഷ്ടനും കൂടിയായിരുന്നു. കർണൻ ജീവിതത്തിൽ ധാരാളം ദുഷ്ടകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അഹന്ത മൂലം നശിച്ച ഒരു വ്യക്തിയാണ് കർണൻ. അഹങ്കാരവും പിന്നെ ദുഷ്ട ദുഷ്ടന്മാരുമായിട്ട് സംസർഗവും ധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കലും ഒക്കെ ആയിരുന്നു. പക്ഷെ അതേ സമയത്ത് കർമ്മൻ ദാനശീലനായിരുന്നു. ആ ഇത്രയൊക്കെ ഉണ്ടായിട്ട്, ഈ ദുഷ്ടതകൾ ഉണ്ടായിട്ട് പോലും കർമ്മം ചെയ്ത ദാനശീലത്തിന് വലിയ ഫലം കിട്ടി. എന്താ ഉണ്ടായതറിയോ? ഭഗവാൻ പറയുന്നുണ്ട്, അവസാന കർണനെ അർജുനൻ കൊല്ലാൻ പോകുന്ന നേരത്ത് കർണൻ ഇങ്ങനെ രഥം താഴ്ന്നിട്ട് നിലത്ത് വീണ് കിടക്കുന്ന സമയത്ത് ഈ പിന്നെ കൃഷ്ണൻ പറയത്രേ, അർജുനൻ നീ അവനെ എഴുതി കൊന്നോളൂ, പക്ഷെ അപ്പൊ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു. കൃഷ്ണനെ തൊട്ട് നോക്കിയപ്പോ കർണന് അതുവരെ എഴുത അസ്ത്രങ്ങളൊന്നും എഴുതിയിട്ടില്ല. കർണൻ അവിടെ കിടക്കാണ്. അതുവരെ എഴുത അസ്ത്രങ്ങളൊക്കെ കർണനെ വലം ചെയ്യുകയാണ്. കാരണം കർണന് ചുറ്റും ധർമ്മദേവതകൾ കാവൽ നിൽക്കുകയാണ്. ആ ധർമ്മദേവതകളെടുത്ത് പിന്നെ പോയി കൃഷ്ണൻ വേഷം മാറിയിട്ട് പോയി ഭിക്ഷയാചിച്ച് പുണ്യം തിരിച്ചു വാങ്ങിയതിന് ശേഷമാണ് അർജുനോട് അസ്ത്രം ചെയ്യാൻ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അപ്പോ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്നുള്ള ആ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിന്റെ 40-ാമത്തെ ശ്ലോകം അവിടെ തന്നെ കുരുക്ഷേത്രത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ കർണൻ ചെയ്ത ദാനശീലങ്ങളുടെ മഹത്വം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു ഭജന അറ്റൻഡ് ചെയ്യുന്നു, ഒരു ബാലവികാസ് ക്ലാസ് എടുക്കുന്നു, ഒരു കുറച്ച് കുട്ടികളെ ബാലവികാസിൽ നന്മയിലൂടെ വളർത്തിയിട്ട് ഭഗവാനിലേക്ക് ഉള്ള വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തൊരു പുണ്യമായിരിക്കും നമുക്കൊക്കെ ഭഗവാൻ ഭഗവാൻ അല്ലെങ്കിൽ ഈ ധർമ്മം എടുത്തു വെച്ചിരിക്കുന്നത്. ഭഗവാൻ നമ്മളെയൊക്കെ ഉറപ്പായിട്ടും അനന്യാശ്ചിന്തയെന്തോമാം യേജന പര്യുപാസത്തെ ദേശാ നിത്യാഭിയുക്താനാം യോഗക്ഷേമ മഹാമിയം 9-ാം അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം. അത് ഇത്രയും വെട്ടണ്ട. അത് മറ്റു ചിന്തകളൊന്നുമില്ലാതെ എന്നെ മാത്രം ഉപാസിക്കുന്നവരുടെ യോഗക്ഷേമം ഞാൻ വഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഭഗവാൻ അതല്ല പറയണം. മറ്റു ചിന്തകളൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാൽ പോലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പാണ് അഭിക്രമ നാശമില്ല, അതേ സമയത്ത് പ്രത്യവായുമില്ല. ധൈര്യപൂർവ്വം മുമ്പോട്ട് കൊണ്ടുപോയിക്കോളൂ. സ്വാമി ഒന്ന് നമ്മുടെ 9 പോയിന്റ് കോഡ് ഓഫ് കോണ്ടാക്ട് വെച്ചിട്ട് നമുക്കിത് പറയാം. നമ്മൾ പറയാറില്ലേ, ഇഫ് യു കീപ് 1 സ്റ്റെപ്പ് ടുവേഴ്സ് മീ ഐ വിൽ കീപ് 10 ടുവേഴ്സ് യു എന്ന് പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂട്ടോ. നമ്മുടെ ഭഗവാൻ പറയുന്നു ജീവിത സാക്ഷാത്കാരത്തിൽ 9 കോഡ് ഓഫ് കോണ്ടാക്ട് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം കുടുംബാംഗങ്ങളോടൊത്ത് ദിവസത്തിൽ രാവിലെ ബ്രാഹ്മമുഹൂർത്ത സമയത്ത് ധ്യാനം ജപം അനുഷ്ഠിക്കണം. 1 കുടുംബാംഗങ്ങളോടൊത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഇങ്ങനെയുള്ള 2, അങ്ങനെ 9 എണ്ണായി. അപ്പൊ നമ്മൾ ഓരോന്നും ചെയ്ത 9 സ്റ്റെപ്പ് വെച്ചു. അപ്പൊ ഭഗവാൻ എത്രയാ പറഞ്ഞേ? 1 വെച്ചാൽ 10 വെക്കുന്നു. അപ്പൊ നമ്മൾ 1 ആദ്യത്തെ വെക്കുമ്പോൾ ഭഗവാൻ 10 വെച്ചു. അപ്പൊ എത്രയായി? 10. അങ്ങനെ 9 എണ്ണം 10 എണ്ണം ആയ സമയത്ത് എത്രയായി? 90 ആയി. നമ്മളുടെ 9 ആയി. നമ്മൾ 9 സ്റ്റെപ്പ്, ഭഗവാൻ 90 സ്റ്റെപ്പ് വെച്ചു. അപ്പൊ എത്രയായി? മൊത്തം എത്രയായി? 99 ആയി. ഒരു മനോഹരമായിട്ടുള്ള ഈ ഡെഫിനേഷനിൽ പറയുകയാണേ, അവസാനത്തെ ഒരു സ്റ്റെപ്പ് ആരെ വെക്കാം? അവസാനത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കേണ്ട. അവിടെയാണ് ഭഗവാൻ നമ്മുടെ എടുത്തുയർത്തുന്ന ആ ലാസ്റ്റ് സ്റ്റെപ്പ്, സെൽഫ് റിയലൈസേഷൻ എന്ന സ്റ്റെപ്പ്. ഈ 9 കോഡ് ഓഫ് കോണ്ടാക്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ആ 10-ാമത്തെ സ്റ്റെപ്പ്, അതായത് ആ 100-ാമത്തെ 100% ആക്കാനായിട്ട് പിന്നെ ഭഗവാൻ എടുത്തുയർത്തുകയാണ്. സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യം. ആ സായുജ്യം അടയല് ഭഗവാൻ നമുക്ക് തരുന്നൊരു ദിവ്യാനുഗ്രഹമാണ്. അവസാനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും ആ ഒരു സ്റ്റെപ്പോട്. അവിടെ 9 പോയിന്റ് കോഡ് ഓഫ് സ്വല്പം അഭ്യസ്യ ധർമ്മത്തെ. ഇവിടെ 9 പോയിന്റ് കോഡ് ഓഫ് കുറച്ച് ശരി 2 കോഡ് ഉണ്ടായിരുന്നു. ഞാൻ ബാലവികാസം എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എല്ലാ ഭജനയ്ക്കും വരാം, ഞാൻ ഭജന പഠിപ്പിക്കാം, കുറച്ച് കുട്ടികളെ ഭജന പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഞാനൊരു HB ക്ലാസ് സംഘടിപ്പിക്കും, അല്ലെങ്കിൽ സനാതൻ സാരഥി പബ്ലിഷ് അതിന്റെ ഇത് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നാരായണ സേവയ്ക്ക് ഞാൻ സഹായിക്കാം, ഗ്രാമസേവയിൽ ഞാൻ വരാം. ഇതിൽ ഈ 8 കോഡ് ഓഫ് കോണ്ടാക്ട് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഒരു ദിവ്യാനുഗ്രഹം എന്ന് ആലോചിച്ച് നോക്കും. അതില് 10 സ്റ്റെപ്പ് ഭഗവാൻ നമ്മളോട് വെക്കുന്നു, നമ്മൾ 9. അപ്പോ അവസാനത്തെ സ്റ്റെപ്പ് ഇത് 10 ചെയ്യുന്നവർക്കാണെങ്കിലോ 100% മോക്ഷമാണ്, പിന്നെ തിരിച്ചു വരവില്ല. അപ്പൊ ഈ ഒരു ശ്ലോകത്തിന്റെ എക്സ്റ്റൻഷൻ ആൻഡ് എക്സ്ട്രാപൊലേഷൻ നമ്മൾ ആ ശ്ലോകത്തിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടല്ല സംസാരിക്കേണ്ടത്, മറിച്ച് അതിന്റെയൊക്കെ വൈവിധ്യമാർന്ന അർത്ഥങ്ങൾ തലങ്ങളിലേക്ക് പോകണം. എന്നിട്ട് പുതിയ ജനറേഷനെ, ഇപ്പൊ വരുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ധാരാളം പ്രയോഗമാർഗങ്ങളിൽ വരും. നിങ്ങൾ പഠിക്കണം, അല്ലെ? മാർക്സും വേണം, റിമാർക്സും വേണം എന്നൊക്കെ പറയണം. അപ്പൊ നമുക്ക് സ്കൂളിൽ ധാരാളം ജോലി ഉണ്ടാവും, ഓഫീസിൽ ജോലി ഉണ്ടാവും, പല സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഒന്ന് സ്വാമിയുടെ കൂടെ, അല്ലെങ്കിൽ ഒരു ഭജനയ്ക്ക് പോയിട്ട്, ഒരു ഗ്രാമസേവയ്ക്ക്, ഒരു ബാലവികാസിന് ഒരു ചെറിയ ഒരു ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട് ഒരു ക്ലാസ് കാണിച്ചു കൊടുക്കാം, കുറച്ച് ഭജന പറഞ്ഞു കൊടുക്കാം.
എന്തൊക്കെ ചെയ്യാല്ലേ? സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ. മറക്കരുത് കേട്ടോ ഈ ഒരു ശ്ലോകം. ഞാൻ എത്രയോ ഇനിയും വേണമെങ്കിൽ പറയാം. ഹനുമാന്റെ ഉദാഹരണം, ശബരിയുടെ ഉദാഹരണം അല്ലേ, ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അത്രയും മഹത്തരമായിട്ട് ഈ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ഭഗവാന് ഈ അവതാരത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അല്പമെങ്കിലും സമയം വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നമ്മുടെ ചുറ്റും ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സംശയമില്ല. എടുത്തുയർത്തി ആ തന്നിൽ ദയിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഭഗവാനേറ്റു. അതുകൊണ്ട് പിൻവാങ്ങരുത്. അഭിക്രമനാശത്തിലേക്ക് പോകണ്ട, പിന്നെ അതേപോലെ പ്രത്യവാഹത്തിലേക്ക് പോകണ്ട. നമുക്ക് ഭഗവാനുണ്ട്. ആ ഭഗവാന്റെ കൂടെ അങ്ങോട്ട് യാത്ര ചെയ്താൽ മതി. അതുകൊണ്ട് മടിച്ചു നിൽക്കരുത്. ശൂരത്വം ആയാൽ പോലും കുഴപ്പമില്ല, കുറച്ച് നാളെങ്കിലും വരൂ. പ്ലീസ് ഡു കം എന്ന് ഭഗവാൻ പറയുന്ന അവിടെ പ്ലീസ് കം എന്ന് ഭഗവാൻ പറയുന്നതായിട്ട് വിചാരിക്കാം. ക്ഷണിക്കുകയാണ് ഭഗവാൻ. അങ്ങനെ തന്നെയാണ് 61 ഒക്ടോബർ 21 സ്വാമി ക്ഷണിച്ചത്. ഇതിലേക്ക് വരാൻ ആ അല്ലെ ആത്മീയത്വരയില്ലായ മതി. എനിക്ക് നന്നാവണം, എനിക്ക് സ്വാമിയിലെ ഈ അവതാര സാക്ഷാത്കാരത്തിൽ അവതാര ദൗത്യത്തിൽ കുറച്ചെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കണം. ഞാനൊരു ബാലവികാസ് ക്ലാസ്സിൽ 10 കുട്ടികളെങ്കിലും ശരി, അത്രയെങ്കിലും സതീശ മാഷ കൂടെ പോയിട്ട് 1 കുട്ടികളെ ഒന്ന് സംഘടിപ്പിക്കാൻ ഞാൻ തയ്യാറാകും. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നത് തന്നെ അതിനുള്ള ഗുണം ഉണ്ടാകും. മറിച്ച് കംഫർട്ട് സോൺ ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടാലോചിച്ച് സ്വാമി പറഞ്ഞേണ്ട സ്വാമിയുടെ ദുഃഖം എപ്പോഴും ഓർക്കണം. സ്വാമിയുടെ ദുഃഖം. എന്നെ സ്നേഹിക്കുന്നവര് ധാരാളം പേരുണ്ട്, പക്ഷേ എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ സുഖം നഷ്ടപ്പെടുമോ എന്ന് അവർക്കൊരു ശങ്ക, പേടി. അപ്പൊ ഈ ശ്ലോകവുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണിത്. ഒരു മിനിറ്റ് കൂടുതലായി. എന്തായാലും ഭഗവാന്റെ ദിവ്യാനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു ഭജന ചൊല്ലിയിട്ട് നമുക്ക് നിർത്താം. സായി മാധപിത ദീനബന്ധു സഖ तेरे चरणों में साई मेरा कोटि प्रणाम. साई माद पिता देना बंधु सखा तेरे चरणों में साई मेरा कोटि प्रणाम. मुझे शक्ति दो मेरे साई शिवा, मुझे भक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा. साई माद पिता दीनबंधु सखा तेरे चरणों में साई मेरा कोटि प्रणाम. समस्त लोका सुखिनो भवन्तु, समस्त लोका सुखिनो भवन्तु, समस्त लोका सुखिनो भवन्तु. ओम शांति शांति शांति. जय